ഇന്നത്തെ ഇറാൻ മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഫർദർ ഡെവലപ്മെൻറ്റ്സ് ആണ്. അപ്പോൾ അതിൽ ഇറ്റലി, ഫ്രാൻസ്, സ്പെയിൻ, അതുപോലെ ഓസ്ട്രിയ, ഈ 4 രാജ്യങ്ങളും അമേരിക്കയുമായിട്ട് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ അവർ പങ്കുവച്ചിരിക്കുകയാണ്. അത് പ്രധാനമായിട്ട് അവർ പറയുന്നത് അമേരിക്കയുടെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിമാനങ്ങളൊന്നും തന്നെ അവരുടെ എയർ സ്പേസിലൂടെ പറന്നു പോകാൻ പാടില്ല എന്നുള്ള തരത്തിൽ അമേരിക്കയ്ക്കെതിരെ തന്നെ ഇത്തരത്തിലുള്ള ഒരു ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് ശരിക്കും അമേരിക്ക യൂറോപ്പിനെ യുദ്ധത്തിലേക്ക് വലിച്ചഴയ്ക്കാൻ വേണ്ടിയിട്ട് കനത്ത സമ്മർദ്ദം പ്രയോഗിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള അഭിപ്രായവുമായിട്ട് 4 രാജ്യങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇനി ഗ്രീസ് ഇൻഡയറക്റ്റ് ആയിട്ട് ഇസ്രായേലിലേക്ക് ആയുധം കൊടുക്കുന്നതായിട്ട് ഇറാന്റെ സൈഡിൽ നിന്നും ഒരു ആരോപണം വരുന്നുണ്ട്. ഇത് ആരോപണമല്ല, ഇത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം ഗ്രീസ് ഒബ്വിയസ്ലി ഇസ്രായേലിനൊപ്പമാണ്, ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ അതിനകത്ത് ആരോപണം ഉന്നയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഗ്രീസ് വളരെ ഓപ്പൺ ആയിട്ട് തന്നെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ്. തീർച്ചയായിട്ടും ഇസ്രായേലിലേക്ക് ആയുധം കൊടുക്കുന്നതിൽ ഗ്രീസിന് നിർണായക പങ്കുണ്ട്, അതിൽ യാതൊരു മാറ്റവുമില്ല. ഇൻഫാക്റ്റ് ഇസ്രായേൽ ഫ്യൂച്ചറിൽ ലേവിയത്താൻ ഗ്യാസ് പ്ലാന്റിൽ നിന്നും പൈപ്പ് ലൈൻ ത്രൂ ഓയിൽ ഗ്യാസ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ലേവിയത്താൻ എന്ന് പറഞ്ഞ ഗ്യാസ് ആൻഡ് ഓയിൽ ഫീൽഡിൽ നിന്നും ഗ്യാസ് സപ്ലൈ നടത്താൻ വേണ്ടിയിട്ടുള്ള പൈപ്പ് ലൈൻ ഗ്രീസ് ത്രൂ യൂറോപ്പിലേക്ക് കണക്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സൈപ്രസ് ത്രൂ ഗ്രീസ്, ആ രീതിയിൽ. കാരണം സൈപ്രസിന്റെ ഒരു ഭാഗം കൺട്രോൾ ചെയ്യുന്നത് ഗ്രീസാണ്, മറ്റൊരു ഭാഗം കൺട്രോൾ ചെയ്യുന്നത് തുർക്കിയാണ്. അപ്പം ആ കോലാഹലങ്ങൾ കുറേ വർഷങ്ങൾ കൊണ്ടേ നടക്കുന്നുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഗ്രീസ് ഇസ്രായേലിനോടൊപ്പം ശക്തമായി നിലകൊള്ളുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു മെസ്സേജ്. ഇറാഖ് സിറിയ ത്രൂ ഓയിൽ എക്സ്പോർട്ട് തുടങ്ങിയിട്ടുണ്ട്. സിറിയ ത്രൂ അവർ ടാങ്കർ ലോറികളിൽ ഓയിൽ കൊണ്ടുവന്ന് സിറിയയിൽ നിന്നും എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറാൻ ആണെങ്കിൽ സ്ട്രേറ്റ് ഓഫ് ഹോർമസിൽ ഒരു ടോൾ ബൂത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ്. അതായത് ഇറാൻ അവരുടെ ഡോമിനൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് സ്ട്രേറ്റ് ഓഫ് ഹോർമസിൽ കൂടുതൽ സമ്മർദ്ദങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. അതേസമയം ഇന്നലെ ഇസ്ഫഹാനിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തിനെ തുടർന്ന് അവിടെ തന്നെ അമോണിയം ഫാക്ടറിയിൽ നടത്തിയ ആക്രമണത്തിൽ അമോണിയം ഫാക്ടറി നിന്ന് കത്തുന്ന രംഗമാണ് ഞാനിവിടെ വീഡിയോ ഫുട്ടേജിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാന്റെ ഉള്ളിൽ മാരകമായിട്ടുള്ള ആക്രമണങ്ങളാണ് നടത്തുന്നത്. അപ്പോൾ ഇതിനെ തുടർന്ന് ഇറാൻ പറഞ്ഞിരിക്കുന്നത് മിഡിൽ ഈസ്റ്റ് മേഖലയിലേക്ക്, പ്രത്യേകിച്ച് ബ്രിഡ്ജ് 1 തകർത്തത്, കറാച്ചിലുള്ള ബ്രിഡ്ജ് തകർത്തതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ശക്തമായിട്ടുള്ള തിരിച്ചടി നടത്തുമെന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. ആ തിരിച്ചടി എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ കേന്ദ്രീകരിച്ച് ആക്രമണങ്ങൾ നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആമസോണിന്റെ, ബഹ്റൈനിലുള്ള ആമസോണിന്റെ ക്ലൗഡ് സെന്റർ അറ്റാക്ക് ചെയ്യുമെന്നുള്ള ഓപ്പൺ ആയിട്ടുള്ള ഭീഷണി ഇറാൻ മുഴക്കുന്നുണ്ട്. ആമസോണിന്റെ AWS എന്ന് പറഞ്ഞ അവരുടെ ക്ലൗഡ് സെന്റർ അറ്റാക്ക് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ക്ലൗഡ് സെന്റർ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലുള്ള 14.25 ബാങ്കുകൾക്കും ട്രാൻസാക്ഷൻ സർവീസസ് ഈ AWSലൂടെയാണ് കടന്നു പോകുന്നത്. അതായത് ഓൺലൈൻ ബാങ്കിങ്, മൊബൈൽ ആപ്പിലൂടെ നടത്തുന്ന ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ. പല ബാങ്കുകളുടെയും മൊബൈൽ ആപ്പുകൾ തന്നെ തകരാറിലാവാനും പ്രവർത്തനരഹിതമാവാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ആമസോൺ ക്ലൗഡ് സെന്റർ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ. ഇതിനു മുമ്പ് തന്നെ ഒരു വട്ടം ആമസോണിന്റെ ക്ലൗഡ് സെന്റർ പാർഷ്യലി ഇറാൻ അറ്റാക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു യുദ്ധം തുടങ്ങിയ സമയത്ത്. ആ സമയത്തും മിഡിൽ ഈസ്റ്റ് മേഖലയിൽ നിരവധി ബാങ്കുകൾ ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഫേസ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ചൂസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് ഇപ്പം നിലവിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആമസോണിനെ അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ള മുന്നറിയിപ്പ് വന്ന സ്ഥിതിക്ക് തന്നെ പല കമ്പനികളും ബദൽ മാർഗങ്ങൾ തേടിയിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം ആമസോൺ മാത്രമല്ല ക്ലൗഡ് ഫെസിലിറ്റി ഇപ്പോൾ കൊടുക്കുന്നത്, പല കമ്പനികളും ക്ലൗഡ് ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്. തികച്ചും അതിന് തയ്യാറെടുത്ത നിലയിൽ തന്നെയാണ് മറ്റുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ട്രംപ് തുൾസി ഗബാർഡുമായിട്ട് ചെറിയ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ. എന്താണെന്ന് പറഞ്ഞാൽ ജോ കെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇന്റലിജൻസ് ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഇപ്പം റിസൈൻ ചെയ്തു. റിസൈൻ ചെയ്ത സമയത്ത് പുള്ളി പറഞ്ഞിരുന്ന സ്റ്റേറ്റ്മെന്റ്, ആ സ്റ്റേറ്റ്മെന്റിൽ ട്രംപിന് ഇത്ര വിയോജിപ്പുണ്ട്. അപ്പം അത് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകളെ കൺറ്റംപ്റ്റ് ചെയ്യാതെ അതിൽ ഒരു തരത്തിലുള്ള ഒപ്പോസിഷനും രേഖപ്പെടുത്താതെയുള്ള തുൾസി ഗബാർഡിന്റെ നിലപാട്, ആ നിലപാട് ട്രംപിന് അത്ര പിടിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നാളായിട്ട് ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ തുൾസി ഗബാർഡുമായിട്ട് ട്രംപിനുണ്ട് എന്നുള്ളതാണ് പൊതുവിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് ജസ്റ്റ് ഊഹാപോഹങ്ങൾ മാത്രമല്ല, ഈ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്ന തരത്തിലാണ് ഇപ്പം നിലവിലെ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിന്റെയും അമേരിക്കയുടെ ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെയും സ്റ്റേറ്റ്മെന്റുകൾ തമ്മിൽ ഉണ്ടാകുന്ന ഒരു വിയോജിപ്പ്, അതാണ് ഇതിനെ സൂചിപ്പിക്കുന്നത്. മിഡിൽ ഈസ്റ്റ് ബേസുകളിൽ, മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കൻ ബേസുകളിൽ എത്ര അമേരിക്കൻ സോൾജേഴ്സ് കൊല്ലപ്പെട്ടു, എത്ര അമേരിക്കൻ സോൾജേഴ്സ് റിയലി എലിമിനേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ള വാർത്ത പെന്റഗൺ മുക്കുകയാണ്. അതായത് പെന്റഗൺ ഓപ്പൺ ആയിട്ട് പ്രസിദ്ധീകരിക്കുന്നില്ല എന്നുള്ളൊരു ആരോപണം ഇറാന്റെ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. പക്ഷേ ഇറാന്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞാലും
പെൻറ്റഗൺ കൃത്യമായിട്ട് അവരുടെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മരണപ്പെട്ട സോൾജേഴ്സിന്റെ മൃതശരീരം അവർ US കൊണ്ടുപോകുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ ഫുട്ടേജസ് ഒക്കെ അവൈലബിൾ ആണ്. ഇത് തികച്ചും ഇറാന്റെ ഒരു എക്സാജറേറ്റഡ് റിപ്പോർട്ടാണ്. അത് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ വരുന്നത്. ഇതിനകത്ത് ഫാക്ട് ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഫാക്ട് എപ്പോഴും അമേരിക്ക കൃത്യമായിട്ട് അവരുടെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സോൾജേഴ്സിന്റെ മൃതശരീരങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ അമേരിക്കയിൽ എത്തിക്കുന്നുണ്ട്. അപ്പൊ അതിന് അക്കൗണ്ടബിലിറ്റി ഉണ്ട്. ഇറാനെ പോലെ ഒളിച്ചും മറച്ചും വെച്ച് മലയുടെ അടിയിലും തുരങ്കങ്ങളിലൊക്കെ വെച്ചുകൊണ്ടുള്ള പരിപാടി അമേരിക്കയ്ക്ക് ഇല്ല. അതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇങ്ങനത്തെ റിപ്പോർട്ടുകളൊക്കെ എഴുതാൻ. ഈ റിപ്പോർട്ടിൽ ഫാക്ട് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പേർഷ്യൻ ഗൾഫ് ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ അവരെല്ലാവരും തന്നെ ഒരു ബദൽ പൈപ്പ് ലൈൻ, സ്ട്രേറ്റ് ഓഫ് ഹോർമോസിനെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബദൽ പൈപ്പ് ലൈൻ റൂട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള പ്രവൃത്തിയിൽ തകൃതിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള വാർത്തയും കൂടി വരുന്നുണ്ട്. US സ്റ്റോക്ക് മാർക്കറ്റിൽ കനത്ത വീഴ്ചയാണ്. പ്രധാനമായിട്ടും ഈ എണ്ണ വില ഉയർന്നത്, പ്രത്യേകിച്ച് US ഡൊമസ്റ്റിക് മാർക്കറ്റിന്റെ ഉള്ളിലുള്ള അവരുടെ റിഫൈൻഡ് ഓയിലിന്റെ ഡേ ടു ഡേ യൂസിന് അവർ ഉപയോഗിക്കുന്ന പെട്രോളിന് വില ഉയർന്നിട്ടുണ്ട്. പെർ ഗാലന് നല്ല വില കൊടുക്കേണ്ടി വരുന്നുണ്ട്. കാലിഫോർണിയയിലൊക്കെ $7 മുകളിൽ വില വരുന്നുണ്ട്. അപ്പോൾ ആ പ്രൈസ് ഇൻക്രീസ് ചെയ്ത കാര്യം അത് ഇൻഫ്ലേഷനിലൂടെ നല്ല രീതിയിൽ റിഫ്ലക്റ്റ് ആവും. അപ്പോൾ അത് പൊളിറ്റിക്കലി ഒരു തിരിച്ചടിയായിട്ട് ട്രംപിന് വരും എന്നാണ് വിലയിരുത്തൽ. ഇസ്രായേലിന്റെ മേളിൽ ഒരു അലിഗേഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഇറാന്റെ സൈഡിൽ നിന്ന് വരുന്ന അലിഗേഷനാണ്. ഇറാൻ പറഞ്ഞു വെക്കുന്നത് ഇസ്രായേൽ അമേരിക്കയുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാനിരുന്ന ബാക്ക്ഡോർ ചർച്ചയ്ക്ക് പോകുന്ന IRGC മെമ്പേഴ്സിന്റെ വീടുകൾ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തി എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് എത്രമാത്രം കഴമ്പുണ്ടെന്ന് നമുക്കറിയില്ല. കാരണം ഇറാനുള്ളിൽ നടത്തുന്ന അറ്റാക്കുകളെല്ലാം തന്നെ അവൈലബിൾ ആണ്. അതിന്റെ ഫൂട്ടേജസ് അവൈലബിൾ ആണ്. നമ്മൾ തന്നെ പലപ്പോഴായിട്ട് പല ഫൂട്ടേജസ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്താറുണ്ട്. പക്ഷെ ആ സാഹചര്യത്തിൽ ഇസ്രായേൽ നടത്തിയ അറ്റാക്കിൽ ഒരുപക്ഷെ IRGC മെമ്പേഴ്സിന്റെ വീടുകൾ ടാർഗറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് വാസ്തവമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ അതേസമയം ഈ നെഗോസിയേഷന് പോകാൻ വേണ്ടിയിട്ടിരുന്ന IRGC ഉദ്യോഗസ്ഥർക്കെതിരെ ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. കാരണം ഇറാന് വേണമെങ്കിൽ ഇത് പറയാം, പക്ഷേ ഇത് ഇറാന് പറയാം എന്നല്ലാണ്ട് ഇതിന് തെളിവ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം IRGCയിൽപ്പെട്ട നിരവധി പേര് 5000-6000 IRGC മെമ്പേഴ്സിനെ ഇസ്രായേൽ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അത് 5000-ലധികം നിയർലി 6000 IRGC മെമ്പേഴ്സിനെ ഇസ്രായേൽ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്, ഒപ്പം അമേരിക്കയും. അപ്പോൾ ആ സാഹചര്യത്തിൽ ആരെ വേണേലും ഇവർക്ക് ചൂണ്ടിക്കാണിക്കാമല്ലോ. കാരണം 6000 പേരുണ്ട്. ഇപ്പം ഇതിൽ ആരുടെ വീട് വേണേലും ഇവർക്ക് ചൂണ്ടിക്കാണിക്കാം. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് അത്രത്തോളം എഫക്റ്റീവായിട്ട് ചർച്ചയാകുന്നില്ല. പക്ഷേ ഇറാൻ ഇവിടെ ഉദ്ദേശിച്ചത് അമേരിക്ക യുദ്ധം നിർത്താൻ ശ്രമിക്കുന്നു, ട്രംപ് യുദ്ധത്തിന് ഒരു അറുതി ഉണ്ടാക്കണമെന്നുള്ള തീരുമാനത്തിൽ മുന്നോട്ട് പോകുന്നതായിട്ടും, പക്ഷേ അത് തടയാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ ശ്രമിക്കുന്നതായിട്ടുമുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ വാർത്ത പ്രൊപ്പഗേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഒരു വാർത്തയാണിത്. അപ്പൊ ആ മാതൃകയിലാണ് ഈ വാർത്ത നരേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഇറാന്റെ ഒരു തരം പ്രൊപ്പഗൻഡയാണ്. അതോടൊപ്പം ഇസ്രായേലിന്റെ അലയൻസ്, അതായത് ഇസ്രായേലെ സപ്പോർട്ട് ചെയ്യുന്ന അമേരിക്കയിൽ നിന്നും പ്രവർത്തിക്കുന്ന ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷനിൽ തന്നെയുള്ള ആൾക്കാർ, ഇന്റലിജൻസ് യൂണിറ്റിലേക്കുള്ള ആൾക്കാർ ഇസ്രായേലിന് അനുകൂലമായിട്ട്, അതായത് ട്രംപിനെ തെറ്റിദ്ധരിപ്പിച്ച് യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഫേക്ക് ആയിട്ടുള്ള കാരണകാര്യങ്ങൾ സഹിതം ട്രംപിന്റെ ചെവിയിൽ എത്തിക്കുന്നതായിട്ടും അതിനെ തുടർന്നാണ് യുദ്ധം നിർത്താൻ പറ്റാതെ ഈ യുദ്ധം മുന്നോട്ട് പോകുന്നതായിട്ടുള്ള നറേറ്റീവ് എല്ലാം തന്നെ ഇറാന്റെ സൈഡിൽ വരുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഇറാന്റെ വീക്ക്നെസ്സിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഇത്തരത്തിലുള്ള, അതായത് മറ്റുള്ള രാജ്യങ്ങൾ ശരിക്കും അമേരിക്കയും ഇസ്രായേലും തമ്മിൽ ഏത് തരത്തിലാണ് അവരുടെ കമ്മ്യൂണിക്കേഷൻ, അവർക്ക് ഇന്റലിജൻസിൽ എത്ര ലേയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ചാനൽസ് ഉണ്ട്, അതുകൊണ്ട് ഒരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് എത്രമാത്രം ഫർണിഷ് ചെയ്യാൻ പറ്റും, ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് ഇന്റലിജൻസുമായിട്ട് കുറച്ചെങ്കിലും ബന്ധമുള്ള രാജ്യത്തിന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇത്തരത്തിലുള്ള ഫാൾസ് പ്രൊപ്പഗൻഡകൾ ഇറക്കുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞാൽ അവർക്ക് വേറെ ഒരു മാർഗവുമില്ല. ഇറാൻ ഇനി മുന്നോട്ട് പോകാൻ ഒരു മാർഗവുമില്ല. അവർക്ക് ഇനി ക്രൂയിസ് മിസൈലുകളോ അല്ലെങ്കിൽ ബാലിസ്റ്റിക് മിസൈലുകളോ അല്ലെങ്കിൽ ഡ്രോണുകളോ ഇത് മാത്രം ഇങ്ങനെ എണ്ണിപ്പിറക്കി വിട്ടുകൊണ്ടിരിക്കാം. അത് 10ഉം 20ഉം. അവർ ഇത്തവണ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ കഴിഞ്ഞ 12 ദിവസത്തെ യുദ്ധത്തിന് മുമ്പ് ഇസ്രായേലിലേക്ക് 200 എണ്ണം, ഒരു സെറ്റ് ഓഫ് മിസൈൽ എന്ന് പറഞ്ഞിട്ട് 200 എണ്ണമാണ് അവർ അയച്ചത്. 198 എങ്ങാണ്ടാണ് ഒറ്റ ഗ്രൂപ്പായിട്ട് അവർ അയച്ചത്. പക്ഷേ പിന്നീട് അവർക്ക് അതേപോലെ ഒരു അറ്റാക്ക് നടത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? ഇത്തരത്തിൽ മാസീവായിട്ട് അമേരിക്കയും ഇസ്രായേലും കൂടി ചേർന്ന് ഇറാനെ അറ്റാക്ക് ചെയ്യുമ്പോൾ അവർക്ക് എന്തുകൊണ്ട് 200-ൽ പരം മിസൈലുകൾ ഇന്ന് അയക്കാൻ പറ്റുന്നില്ല? ഈ ചോദ്യത്തിന് വളരെ വളരെ പ്രസക്തിയുണ്ട്. കാരണം അവർ ഇത്തവണത്തെ അറ്റാക്ക് തുടങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ അവർ ഒരുമിച്ച് അയച്ച മിസൈലുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 40 ആണ്. അതാണ് അവർ ആദ്യം അയച്ച ഗ്രൂപ്പ് ഓഫ് മിസൈലുകളുടെ എണ്ണം, 40 എണ്ണം. അതിൽ കൂടുതൽ അവർ അയച്ചിട്ടില്ല. പിന്നെല്ലാം തന്നെ 8, 2, 10, 3. ഇത് തന്നെയാണ് ഇറാന്റെ മിസൈൽ ഷോർട്ടേജിനെ തുറന്നു കാണിക്കുന്നത്. ആക്ച്വലി സത്യത്തിൽ ഇറാൻ എക്സ്പോസ്ഡ് ആണ്. അവരുടെ കേപ്പബിലിറ്റി പല സാഹചര്യങ്ങളിലും അവർ എക്സ്പോസ്ഡ് ആണ്.
തീർച്ചയായിട്ടും അവർ ശ്രമിക്കുന്നുണ്ട്. ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ പരിമിതിക്കുള്ളിൽ നിന്ന് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അതിന്റെ മാക്സിമമാണ് ഈ മിസൈലുകൾ, ഈ ക്ലസ്റ്റർ വാർഹെഡുകൾ, അതുപോലെ തന്നെ ഈ ഡ്രോൺ സിസ്റ്റംസ്. ഇതാണ് അവരുടെ മാക്സിമം കപ്പാസിറ്റി. അത് തന്നെയാണ് അവർ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ഈ യുദ്ധത്തിൽ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡിഫൻസ് ഡിറ്ററൻസ്. ഇതിൽ കൂടുതൽ ഒരു ഡിഫൻസ് ടെക്നോളജിയും ഇറാൻ ഇല്ല എന്നുള്ളതാണ് ഇത് മനസ്സിലാക്കി തരുന്നത്. ഇനിയിപ്പോൾ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ശക്തമായ ആക്രമണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. അതേപോലെ ട്രംപ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സ്റ്റോൺ ഏജിലേക്ക് ഞാൻ തിരികെ അയക്കും എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ ട്രംപും പറയുന്നുണ്ട്. ബാക്ക് ടു ബാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് പോരുകൾ നന്നായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ഇറാൻ നല്ല രീതിയിൽ അടി വാങ്ങിച്ചു കൂട്ടുന്നുണ്ട്. അതാണ് യാഥാർത്ഥ്യം. തീർച്ചയായിട്ടും ഇപ്പുറത്ത് അമേരിക്ക ഇസ്രായേൽ സഖ്യം കൂടുതൽ മിസൈലുകളും ഡ്രോണുകളും ഇന്റർസെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ട്രംപ് ആണെങ്കിൽ ഇപ്പം ഞാൻ ഈ വാർത്ത എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പ്രഖ്യാപനം, ട്രംപ് ഒരു ട്രൂത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിൽ അറ്റോർണി ജനറലിനെ റീപ്ലേസ് ചെയ്തിരിക്കുകയാണ്. അമേരിക്കയിൽ ട്രംപിൻ്റെ അറ്റോർണി ജനറലിനെ റീപ്ലേസ് ചെയ്തിരിക്കുകയാണ്. ലേഡി പാം ബോണ്ടി ആയിരുന്നു ഇതിനു മുമ്പ് അറ്റോർണി ജനറൽ. അപ്പോൾ അവരെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ആ പൊസിഷൻ ഏറ്റെടുക്കുന്നത് ഇപ്പം ടോഡ് ബ്ലാഞ്ച് ആണ് ഇപ്പം ഇനി പുതിയ അറ്റോർണി ജനറൽ. ട്രംപ് ബോണ്ടിയെ അപ്രീഷിയേറ്റ് ചെയ്തതിനാണ് സംസാരിച്ചത്. അവരുടെ ജോലി അവർ വളരെ വ്യക്തമായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈ മീഡിയ നെറേറ്റീവ്, ഫേക്ക് മീഡിയ നെറേറ്റീവ്, ട്രംപ് അഡ്മിനിസ്ട്രേഷനെതിരെ ഉയരുന്ന തെറ്റായ ആരോപണങ്ങൾ, ഇതിനെയൊക്കെ ചേർത്ത് തോൽപ്പിക്കാനും അതിന് കൗണ്ടർ ഫയർ ചെയ്യാനും ഇവർക്ക് അത്ര എഫക്റ്റീവായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ട്രംപിൻ്റെ വിലയിരുത്തൽ. അതും കൂടി ട്രംപ് ആ ഒരു ഫെയർവെൽ സെറമണിയിൽ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇവരെ റീപ്ലേസ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു സൂചന കൃത്യമായിട്ട് അവർ ആ കാരണം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് മീഡിയ നെറേറ്റീവ്, റോങ് മീഡിയ നെറേറ്റീവ് പ്രൊപ്പഗൻഡയെ എതിർത്ത് ഇവർക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ട്രംപ് മുന്നോട്ട് വെക്കുന്ന ആരോപണം. ഇനിയിപ്പം ഈ വിഷയത്തിൽ പുതുതായിട്ട് ചാർജ് എടുത്തിരിക്കുന്ന ആള് ഏത് തരത്തിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കാൻ പോകുന്നത് എന്നുള്ളത് നമ്മളിനി കണ്ടറിയണം. അപ്പോൾ എന്തായാലും ഇങ്ങനൊരു സംഭവം അമേരിക്കയിൽ പിന്നെ നടന്നിട്ടുണ്ട്. റാമിൻ റംസാനി IRGCയുടെ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥനാണ് ഇസ്രായേൽ എലിമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. IRGCയുടെ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥനാണ്, വളരെ സീനിയർ പൊസിഷനിലുള്ള ഒരു വ്യക്തിയാണ് റാമിൻ റമസാനി എലിമിനേറ്റഡ്. അപ്പോൾ എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.